Hi, welcome to Flash Class. ബി എ ഇംഗ്ലീഷ് ക്ലാസിക്സ് ഓഫ് വേൾഡ് ലിറ്ററേച്ചറിലെ ദ പെയിന്റഡ് വാൾ എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ഏൻഷ്യൻ ചൈനീസ് റൈറ്റർ ആയിട്ടുള്ള പി യു സോങ്ലിങ്ങിൻ്റെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. നമ്മളിവിടെ ആ സ്റ്റോറിയുടെ പാർട്ട് ബൈ പാർട്ടായിട്ടൊരു സമ്മറിയും അതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, അതുപോലെ എസ് എ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കിതിൻ്റെ സമ്മറി നോക്കാം. പാർട്ട് 1, വിസിറ്റിംഗ് മൊണാസ്റ്ററി. Two friends, Meng Langton and Mr. Zhu, visit a modest monastery where an old monk resides. ഈ കഥയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് രണ്ട് സുഹൃത്തുക്കൾ, മെങ് ലാങ്ടൺ എന്നും മിസ്റ്റർ ഷൂ എന്നും പേരുള്ള ഈ സുഹൃത്തുക്കൾ ഒരു ബുദ്ധ ആശ്രമത്തിലേക്ക് സന്ദർശനത്തിന് പോവുകയാണ്. ഒരു മോഡസ്റ്റ് ആയിട്ടുള്ള ആശ്രമമാണ്, വലുതൊന്നുമല്ല, അധികം സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഈ ആശ്രമത്തിൽ ഒരു ബുദ്ധ സന്യാസി മാത്രമാണ് താമസിക്കുന്നത്. അവിടേക്ക് ഈ സുഹൃത്തുക്കൾ സന്ദർശനത്തിന് പോകുന്നു. The monk warmly welcomes them and invites them to explore the monastery. അവിടെ ചെല്ലുന്ന സമയത്ത് ഈ ബുദ്ധ സന്യാസി അവരെ സ്വീകരിക്കുന്നു. എന്നിട്ട് അവിടെ ചുറ്റും ഒന്ന് നോക്കി കാണുന്നതിന് വേണ്ടിയിട്ട് അവരെ ക്ഷണിക്കുന്നു. They observe a statue, murals and eventually notice a painted wall. അവരവിടെ നോക്കുന്ന സമയത്ത് ഒരു ബുദ്ധ സന്യാസിയുടെ പ്രതിമ കാണുന്നുണ്ട്. പിന്നെ ഒരുപാട് ചിത്രങ്ങളൊക്കെ ചുമരിന്റെ മുകളിൽ വരച്ചു വെച്ചിരിക്കുന്നത് കാണുന്നുണ്ട്. ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ എന്നാണ് പറയുന്നത്. എന്നിട്ട് അവസാനം അവരൊരു പെയിന്റഡ് വാൾ കാണുന്നു. ഒരു വലിയ പെയിന്റിങ് വരച്ചു വെച്ചിരിക്കുന്ന ഒരു വാൾ, ഒരു ചുമരാണ് അവർ കാണുന്നത്. പാർട്ട് 2, ദി അലൂറിംഗ് പെയിന്റിംഗ്. ദ ഹെർമിറ്റ് ഷോസ് ദം എ മാഗ്നിഫിസന്റ് വാൾ പെയിന്റിംഗ് ഡിപ്പിക്റ്റിംഗ് അപ്സരസ് സ്കാറ്ററിംഗ് ഫ്ലവേഴ്സ്. അവിടെ ആ വാളിന്റെ മുകളിലുള്ള പെയിന്റിങ്ങിൽ അപ്സരസുകളെയാണ് വരച്ചു വെച്ചിരിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഒരുപക്ഷെ. അതായത് ഒരുപാട് സുന്ദരികളായിട്ടുള്ള മനുഷ്യ സ്ത്രീകളല്ലാത്ത ദൈവലോകത്തുള്ള സ്ത്രീകൾ എന്നുള്ള ഒരു സങ്കല്പമാണ് അപ്സരസ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള കഥാപാത്രങ്ങളെയാണ് ഈ ചുമരിന്റെ മുകളിൽ വരച്ചു വെച്ചിരിക്കുന്നത്. അവര് പൂക്കളൊക്കെ പറിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ചിത്രങ്ങളാണ് അവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. Zhu becomes captivated by a particular woman with a flowing hair, indicating she is unmarried, and fixates on her beauty. അപ്പോൾ ജൂ ഈ അപ്സരസുകളുടെ ചിത്രത്തിൽ ഒരു സ്ത്രീയുടെ ചിത്രത്തിൽ മാത്രം വളരെ ആകൃഷ്ടനാകുന്നു. മുടി ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന, അതായത് കെട്ടിവെക്കാത്ത മുടിയാണ് ആ സ്ത്രീക്ക് ചിത്രത്തിലുള്ളത്. കെട്ടിവെക്കാത്ത മുടി എന്ന് പറയുന്നത് ചൈനീസ് സങ്കല്പത്തിൽ അവിവാഹിതരായിട്ടുള്ള യുവതികളാണ് അങ്ങനെ ചെയ്യുന്നത്. വിവാഹം കഴിഞ്ഞിട്ടുള്ള യുവതികൾ മുടി കെട്ടിവെക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സ്ത്രീയുടെ ചിത്രം കണ്ടിട്ട് അതിൽ ആകൃഷ്ടനായിട്ട് അയാൾ അത് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പാർട്ട് 2, എൻറ്ററിങ് ദ പെയിന്റിംഗ്. ഇൻ എ ഫണ്ടാസ്റ്റിക്കൽ ടേൺ ഓഫ് ഇവന്റ്സ്, ജൂ ഈസ് പുൾഡ് ഇൻ ടു ദ പെയിന്റിങ്സ് വേൾഡ്. അങ്ങനെ ഇയാൾ പെയിന്റിങ് ആസ്വദിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പതുക്കെ ആ പെയിന്റിങ്ങിലുള്ള ആ സ്ത്രീ അയാൾ വിളിക്കുന്നതായിട്ട് അയാൾക്ക് തോന്നുകയാണ്. അങ്ങനെ അയാൾ ആ പെയിന്റിങ്ങിനകത്തേക്ക് കയറിപ്പോകുന്നു. He meets the woman he admired and they fall in love. അവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ ഇങ്ങനെ സ്വർഗം പോലുള്ളൊരു ലോകമാണ്. അവിടെ ഈ സ്ത്രീ അയാൾ കാണുന്നു. ഈ സ്ത്രീ അയാളെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ അവളുടെ സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ വെച്ചിട്ട് അവർ പ്രണയത്തിലാവുന്നു. Other women in the painting tease them and they change the woman's hairstyle to show she has found a man. അങ്ങനെ ഇവർ പ്രണയത്തിലായിട്ട് ഇങ്ങനെ സല്ലപിച്ചുകൊണ്ട് സമയം കടന്നുപോയതിനു ശേഷം മറ്റ് അപ്സരസുകളൊക്കെ വന്നിട്ട് ഇവരെ ചെറുതായിട്ട് കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ മുടി അഴിച്ചിട്ടിരിക്കുന്ന ആ അപ്സരസിന്റെ മുടി അവർ കെട്ടിക്കൊടുക്കുന്നു. കാരണം ഇപ്പോൾ അവൾ ഒരു പുരുഷനെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് ഇനി പഴയതുപോലെ മുടി അഴിച്ചിട്ട് നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ മുടിയൊക്കെ കെട്ടിക്കൊടുക്കുന്നു. They spend several days together until a guard searches for intruders. അങ്ങനെ 1-2 ദിവസം അവരവിടെ ഇങ്ങനെ സല്ലപിച്ചുകൊണ്ട് കഴിഞ്ഞു പോകും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ ഈ വലിയ കാൽച്ചുവടുകളോട് കൂടിയിട്ടൊരു ഗാർഡ്, ഒരു കാവൽക്കാരൻ വരുന്നതായിട്ട് അയാൾ കാണുന്നുണ്ട്. ഈ കാവൽക്കാരൻ വന്നിട്ട് അവിടെ ഒരു ഇൻട്രൂഡർ ഉണ്ട്, അതായത് ആ ലോകത്തിന്റെ പുറമേ നിന്നുള്ള ആരോ അവിടെ ഉണ്ട്, അയാൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മറ്റ് അപ്സരസുകളൊക്കെ അങ്ങനെ ആരും അവിടെ ഇല്ല എന്നൊക്കെ ഇയാളോട് പറയുന്നുണ്ടായിരുന്നു. ജൂ ഹൈഡ്സ് അണ്ടർ ദ ബെഡ് ഇൻ ദ വുമൻസ് റൂം ആൻഡ് ലിസൺസ് ടു ദ കൊമോഷൻ ഔട്ട്സൈഡ്. അപ്പോൾ ഈ അപ്സരസ് ആണെങ്കിൽ ഇയാൾ അവളുടെ മുറിക്കകത്തേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ട് അവിടെ ഒളിച്ചിരിക്കാൻ വേണ്ടിയിട്ട്, ഈ ബെഡിന്റെ അടിയിൽ ഒളിച്ചിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നു. എന്നിട്ട് മറ്റൊരു വാതിലിലൂടെ അവൾ ഇങ്ങനെ പോവാണ് ചെയ്യുന്നത്. ഇത്രയും അനുഭവങ്ങളാണ് ഈ ഒരു പെയിന്റിങ്ങിനകത്തേക്ക് ചെന്നിട്ട് ജൂവിന് സംഭവിക്കുന്നത്. പാർട്ട് 4, റിട്ടേൺ ടു റിയാലിറ്റി. മെങ് ലാങ്ടൺ റിയലൈസസ് ജൂ ഈസ് മിസ്സിംഗ് ആൻഡ് സീക്സ് ഹെൽപ്പ് ഫ്രം ദ മോങ്ക്.
അങ്ങനെ ജു ഈ പെയിന്റിങ്ങിനകത്തേക്ക് ചെന്ന് വിട്ടിട്ട് അയാളോട് വിളിച്ചിരിക്കുകയാണ്. പുറത്ത് ഇങ്ങനെ ഒരു ഗാർഡ് വന്നിട്ട് ഇങ്ങനെ ഇവിടെ വേറെ പുറമേ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അയാൾ അതൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ട് ആ യുവതി വരുന്നതും കാത്ത് ഇങ്ങനെ അവിടെ ഒളിച്ചിരിക്കുന്ന സമയത്താണ് പുറത്ത് ഇയാളുടെ സുഹൃത്ത് ഇയാൾ കൂടെയില്ല എന്നുള്ള കാര്യം തിരിച്ചറിയുകയും ആ സന്യാസിയുടെ അടുത്ത് ചോദിക്കുകയും ചെയ്യുന്നത്. ദ മോങ്ക് നോക്സ് ഓൺ ദ പെയിന്റിംഗ് ആൻഡ് ജു റിട്ടേൺസ് ടു റിയാലിറ്റി എക്സ്പ്ലെയിനിങ് എവറിത്തിങ്. അപ്പോൾ ഈ സന്യാസി പോയിട്ട് ആ പെയിന്റിങ്ങിന്റെ മുകളിൽ ചുമരിന്റെ മുകളിൽ ഇങ്ങനെ തട്ടി വിളിക്കും, നമ്മൾ വാതിലിന്റെ മുകളിലൊക്കെ തട്ടുന്നത് പോലെ. അപ്പോൾ ആ വോളിൽ നിന്ന് ഈ ജു വീണ്ടും റിയാലിറ്റിയിലേക്ക് ഇറങ്ങി വരികയാണ് ചെയ്യുന്നത്. ഇറങ്ങി വന്നിട്ട് അയാൾ അവിടെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയുന്നു. They noticed the woman's hairstyle has changed to a bun, confirming Ju's experience. ഇനി ഈ സ്റ്റോറിയിലെ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് നമുക്ക് വരുന്നത്, ഇയാൾ വന്ന് ഈ കഥകളൊക്കെ പറഞ്ഞു. കാരണം അവിടെ 1-2 ദിവസങ്ങളൊക്കെ കഴിഞ്ഞു എന്നാണ് ഇയാൾ പറയുന്നത്. പക്ഷെ ഇവിടെ പുറത്ത് കുറച്ച് നിമിഷങ്ങൾ മാത്രമേ കഴിഞ്ഞു പോയിട്ടുള്ളൂ. അപ്പോൾ ഇയാളുടെ തോന്നലാണ് ഇത് എന്ന് നമ്മൾ വിചാരിക്കുന്ന സമയത്താണ് ആ പെയിന്റിങ്ങിൽ ഒരു വ്യത്യാസം ശ്രദ്ധിക്കുന്നത്. ഈ പെയിന്റിങ്ങിൽ ഉണ്ടായിരുന്ന യുവതിക്ക് നേരത്തെ മുടി ഇങ്ങനെ അഴിച്ചിട്ടിരിക്കാനുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇയാൾ പറയുന്ന പോലെ ആ പെയിന്റിങ്ങിൽ ആ യുവതി മുടി കെട്ടിവെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് യാഥാർത്ഥ്യമാണോ അതോ തോന്നലാണോ എന്നുള്ളൊരു കൺഫ്യൂഷനോട് കൂടിയിട്ടാണ് കഥ അവസാനിക്കുന്നത്. When asked for an explanation, the monk cryptically states that the source of illusion lies within man himself. അപ്പോൾ ഇതിൻ്റെ ഒരു വിശദീകരണം എന്താ അവിടെ നടന്നതെന്നുള്ള കാര്യം ഒരു സന്യാസിയോട് ചോദിക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ഉത്തരം സന്യാസി കൊടുക്കുന്നില്ല. അതായത് ഇല്യൂഷൻ, ഈ തോന്നലുകളുടെ എല്ലാം ഉറവിടം മനുഷ്യരുടെ മനസ്സ് ആണ് എന്ന് മാത്രമാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഇത് റിയാലിറ്റി ആണോ ഇല്യൂഷൻ ആണോ എന്നുള്ളൊരു ഡൗട്ട് വായനക്കാരിൽ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഈ കഥ അവസാനിക്കുന്നത്. ഇനി ഇതിൽ നോട്ട്സ് ആണ്. ആദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് വാസ് സ്പെഷ്യൽ അബൌട്ട് ദ മുറാൽസ് ഇൻ ദ മൊണാസ്റ്ററി? ഇനി അവിടെയുള്ള ചുമർ ചിത്രങ്ങളുടെയൊക്കെ സവിശേഷത എന്തായിരുന്നു? ദ മുറാൽസ് ഡെപ്പിക്റ്റഡ് മെൻ ആൻഡ് ആനിമൽസ് വിച്ച് സീം ടു ബ്രീത്ത് വിത്ത് ലൈഫ്. അവിടെ മനുഷ്യരുടെയും അതുപോലെ തന്നെ മൃഗങ്ങളുടെയും ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. ആ ചിത്രങ്ങളൊക്കെ ജീവൻ തുടിക്കുന്നത് പോലെയാണ് ഉണ്ടായിരുന്നത്. ഡിസ്ക്രൈബ് ദ പെയിന്റിംഗ് ഓൺ ദ ഈസ്റ്റേൺ വാൾ ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ ജൂ. ഇനി ആ ചുമരിന്റെ മുകളിൽ ഉണ്ടായിരുന്ന ചിത്രവും അത് ഈ ജൂവിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റുമാണ് ചോദിക്കുന്നത്. The painting depicted apsaras scattering flowers, and Ju was captivated by a woman in the painting with flowing hair. അവിടെ ഈ അപ്സരസുകൾ പൂ പറിക്കുന്നതൊക്കെ ആയിട്ടുള്ള ചിത്രമാണ് വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ ഒരു യുവതിയുടെ ചിത്രം ഇയാൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും അയാൾ അത് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. What were the sights greeted Ju when he first entered the mural? ഇനി ഇയാൾ ഈ പെയിന്റിങ്ങിനകത്തേക്ക് കടക്കുന്ന സമയത്ത് അയാളെ അവിടെ സ്വീകരിച്ച കാഴ്ചകൾ എന്തെല്ലാമായിരുന്നു? When Ju first entered the mural, he was greeted by the sights of palaces and pavilions. ആ പെയിന്റിങ്ങിനകത്ത് ചെല്ലുന്ന സമയത്ത് അവിടെ കൊട്ടാരങ്ങളും ആ കൊട്ടാരങ്ങളുടെ മട്ടുപ്പാവുകളുമാണ് അയാൾ അവിടെ കാണുന്നത്. Where did the fairy and the Ju hide? ഇനി പുറമേ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടോ നോക്കാൻ ഗാർഡിയൻ വരുന്ന സമയത്ത് ഇവരെവിടെയാണ് ഒളിക്കുന്നത്? The fairy and the Ju hid in the woman's room when a guard came looking for intruders. She then asked him to hide under the bed. അവർ ആദ്യം ഈ യുവതിയുടെ മുറിക്കകത്തും തുടർന്ന് ഈ യുവതി പറഞ്ഞതിനനുസരിച്ചിട്ട് അയാൾ ബെഡിനടിയിലുമാണ് ഒളിക്കുന്നത്. What comments does the monk make about Ju's disappearance and return? ഇയാൾ ഇങ്ങനെ കാണാതാവുകയും ഈ പെയിന്റിനകത്ത് പോയിട്ട് തിരിച്ചു വരികയും ചെയ്യുന്ന സംഭവത്തെ കുറിച്ചിട്ട് ആ സന്യാസി എന്താണ് പറയുന്നത്? The monk cryptically comments that the source of illusion lies within man himself. അയാൾ കൃത്യമായിട്ടൊരു വിശദീകരണം കൊടുക്കുന്നില്ല. അതായത് ഈ ഇല്യൂഷന്റെ തോന്നലുകളുടെ ഉറവിടം മനുഷ്യരുടെ മനസ്സാണെന്ന് മാത്രമാണ് അയാൾ പറയുന്നത്. How did Ju reappear before his friend and the monk? ഇനി എങ്ങനെയാണ് ഇയാൾ പെയിന്റിനകത്ത് നിന്ന് തിരിച്ചു വരുന്നത്? Ju reappeared before his friend and the monk after the monk knocked on the painting, calling him back to reality. ഈ സന്യാസി ഈ പെയിന്റിങ്ങിന്റെ മുകളിൽ ചെന്നിട്ട് തട്ടുന്നത്, നമ്മൾ വാതിലിലൊക്കെ തട്ടുന്ന പോലെ തട്ടിയിട്ട് ഇയാൾ വിളിക്കുന്ന സമയത്താണ് ഇയാൾ തിരിച്ച് യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നത്. എക്സ്പ്ലെയിൻ ദ ഫ്രേസ് ഹിസ് ഇയേഴ്സ് ഇൻക്ലൈൻഡ് ആസ് ഇഫ് ഹി വാസ് ലിസണിങ് ടു സംതിങ്. ഇനി ഇയാൾ ആ പെയിന്റിങ്ങിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് അയാൾ അവിടെ എന്തോ കേട്ടുകൊണ്ടിരിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദ ഫ്രേസ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഹി വാസ് ലിസണിങ് ടു ദ തിങ്സ് ഇൻ ദ വേൾഡ് ഇൻസൈഡ് ദ പെയിന്റിങ്.
പുറത്തു വരുന്ന സമയത്ത് ഇയാൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നത് ആ പെയിന്റിനകത്തുള്ള ലോകത്തെ കാര്യങ്ങളാണെന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഇതിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. പാരഗ്രാഫ് എസ്സേ ക്വസ്റ്റ്യൻസ് അതിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന രീതിയിലാണ് നമ്മൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഈ പോയിന്റ്സും ഇതിൽ സമ്മറിയും എലാബറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കത് ആൻസർ ചെയ്യാവുന്നതാണ്. ആദ്യത്തെ ചോദ്യം, ഡിസ്ക്രൈബ് ദ മൊണാസ്റ്ററി. ഈ ഒരു ആശ്രമത്തിന് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ദ മൊണാസ്റ്ററി വാസ് മോഡസ്റ്റ് വിത്ത് എൻ ഓൾഡ് മോങ്ക് റിസൈഡിങ് ദർ. ഒരു മോഡസ്റ്റ് ആയിട്ടുള്ള, അതായത് ഒരുപാട് സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ചെറിയൊരു ആശ്രമമായിരുന്നു. ഒരു സന്യാസി മാത്രമാണ് അവിടെ താമസിച്ചിരുന്നത്. ഇറ്റ് കണ്ടെയ്ൻ മുറാൾസ് ദാറ്റ് ഡെപ്പിക്റ്റഡ് മെൻ ആൻഡ് ആനിമൽസ് സീമിംഗ് ടു ബ്രീത്ത് വിത്ത് ലൈഫ്. ഇനി അവിടെ ചുമരിന്റെ മുകളിലൊക്കെ ഒരുപാട് ചുമർ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ ജീവൻ തുടിക്കുന്നതായിട്ടുള്ള ചിത്രങ്ങളായിട്ടാണ് കാണപ്പെട്ടത്. There was a statue and the monk greeted visitors warmly, inviting them to explore. പിന്നെ ഒരു ബുദ്ധ സന്യാസിയുടെ ഒരു പ്രതിമയും അവരെ കാണുകയുണ്ടായി. ഇനി ആ സന്യാസിയുടെ പെരുമാറ്റമാണെങ്കിൽ അവരെ വളരെ സ്നേഹത്തോട് കൂടിയിട്ട് അവിടെ ക്ഷണിക്കുകയും അവിടെ ചുറ്റും കാണാനൊക്കെ വേണ്ടിയിട്ട് അവരെ വിളിക്കുകയും ചെയ്തിരുന്നു. Then there was the mystical painting of the അപ്സരസ് on the wall. പിന്നെ അവിടെ ഏറ്റവും പ്രധാനമായിട്ട് ഈ അപ്സരസുകളുടെ ഒരു മാന്ത്രികമായിട്ടുള്ളൊരു ചിത്രവും അവിടെ ചുമരിന്റെ മുകളിൽ ഉണ്ടായിരുന്നു. ജൂസ് അഡ്വഞ്ചേഴ്സ് വിത്ത് ദി അപ്സര. ഇനി അപ്സര സ്ത്രീയുമായിട്ടുള്ള ഇയാളുടെ അഡ്വഞ്ചേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഷൂ വാസ് കാപ്റ്റിവേറ്റഡ് ബൈ എ പെയിന്റിംഗ് ഓഫ് അപ്സരസ് സ്കാറ്ററിംഗ് ഫ്ലവേഴ്സ് ഓൺ ദി ഈസ്റ്റേൺ വാൾ. ആദ്യം തന്നെ ഇയാൾ ഈ അപ്സര സ്ത്രീയെ കാണുന്നത് ഈ പെയിന്റിങ്ങിന്റെ മുകളിലാണ്. ഹി ബിക്കം പർട്ടിക്കുലർലി ഫിക്സേറ്റഡ് ഓൺ എ വുമൺ ഇൻ ദ പെയിന്റിംഗ് വിത്ത് ഫ്ലോവിംഗ് ഹെയർ. അവിടെ ഇങ്ങനെ മുടിയൊക്കെ അഴിച്ചിട്ടിട്ടുള്ള ഒരു യുവതിയുടെ ചിത്രത്തിന്റെ മുകളിൽ അയാൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നു. അതാണ് അയാൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. She was drawn into the painting world where he met the woman and they fell in love. ഇനി ആ സ്ത്രീ അയാളെ ആ പെയിന്റിങ്ങിനകത്തേക്ക് വിളിച്ചു കൊണ്ടുപോകുന്നു. അവിടെ ചെന്നിട്ട് അവര് പ്രണയത്തിലാവുന്നു. They spent time together until a guard's arrival forced Shu to hide under the woman's bed. അവിടെ അവർ 2 ദിവസങ്ങൾ ചെലവഴിച്ച് ഇങ്ങനെ സല്ലപിച്ചുകൊണ്ടും പ്രണയിച്ച് നടന്നുകൊണ്ടും അവരിവിടെ ദിവസങ്ങൾ ചെലവഴിക്കുന്നു. അതിനുശേഷം പുറമെ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് ഒരു ഗാർഡ് വരുമ്പോഴാണ് ഇയാൾ ഈ ബെഡിനടിയിൽ ഒളിക്കുന്നത്. ഇത്തരം സംഭവങ്ങളാണ് അയാൾക്ക് അവിടെ സംഭവിക്കുന്നത്. ഇല്യൂഷൻ ആൻഡ് റിയാലിറ്റി ഇൻ ദ പെയിന്റഡ് വാൾ. ഇനി ഈ കഥയിൽ ഇല്യൂഷൻ അല്ലെങ്കിൽ തോന്നലുകളും അതുപോലെ തന്നെ യാഥാർത്ഥ്യവും എങ്ങനെയാണ് വരുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. The story blurs the lines between reality and illusion as Zhu enters and exits the painting's world. ഇവിടെ യാഥാർത്ഥ്യവും അതുപോലെ തന്നെ ഇല്യൂഷനും തമ്മിൽ നമുക്ക് വേർതിരിച്ച് അറിയാൻ കഴിയാത്ത വിധമാണ് ഈ കഥയിൽ എഴുതി വച്ചിരിക്കുന്നത്. കാരണം ഒരാൾ ഒരു പെയിന്റിങ്ങിനകത്തുള്ള ലോകത്തേക്ക് കടന്നു പോകുന്നതും അവിടെ നിന്ന് തിരിച്ചു വരുന്നതുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കത് പൂർണ്ണമായിട്ടും യാഥാർത്ഥ്യമാണെന്നോ തോന്നലാണെന്നോ പറയാൻ കഴിയില്ല. Zhu's experience in the painting seemed real, especially because of the change of hairstyle of the woman in the painting. ഇനി നമുക്കിത് തോന്നലാന്ന് പറയാൻ കഴിയാത്തതിന്റെ കാരണം ഇയാൾ പെയിന്റിങ്ങിനകത്ത് പോയിട്ട് ആ യുവതിയുടെ മുടി കെട്ടിയ ഒരു സംഭവത്തെ കുറിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് ഇയാൾ പെയിന്റിങ്ങിൽ നിന്ന് തിരിച്ചു വന്നിട്ട് പെയിന്റിങ്ങിൽ നോക്കുന്ന സമയത്ത് ഇയാൾ പറഞ്ഞതിനനുസരിച്ചിട്ട് ആദ്യം മുടി അഴിച്ചിട്ടുണ്ടായിരുന്ന ആ യുവതിയുടെ മുടി കെട്ടി വെച്ചതായിട്ടാണ് നമ്മൾ ആ പെയിന്റിങ്ങിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് പൂർണ്ണമായിട്ടും ഒരു തോന്നലാണെന്നും പറയാൻ സാധിക്കില്ല. Zhu's return to reality highlights the transient nature of the illusion created by the painting. മറ്റൊരു തീം ഇതിനകത്ത് വരുന്നത് ഈ ഇല്യൂഷന്റെ ട്രാൻസിയന്റ് നേച്ചറാണ്. തോന്നലുകളെല്ലാം ഏറെ കാലത്തേക്ക് നിലനിൽക്കില്ല, കുറച്ച് സമയത്തേക്ക് മാത്രമേ അതിന് ആയുസ് ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും. ആ തരത്തിൽ ഈ യാഥാർത്ഥ്യവും അതുപോലെ തന്നെ ഇല്യൂഷനും ഇടകലർത്തിയിട്ടാണ് ഈ കഥക്കകത്ത് വരുന്നത് നമുക്ക് പറയാം. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻ ആണ്. P.U. Songling's blurring of reality and illusion with reference to the painted wall. അപ്പോൾ ഇയാളുടെ കഥകളിൽ ഈ തരത്തിൽ യാഥാർത്ഥ്യവും അതുപോലെ തന്നെ ഈ തോന്നലുകളും തമ്മിലുള്ള ഒരു മിക്സിംഗ് ആണ് ഉണ്ടാവുക എന്നുള്ളത് ഈ ഒരു കഥയെ ആസ്പദമാക്കിക്കൊണ്ട് പറയാനാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. P.U. Songling's story blurs the boundaries between reality and illusion through Zhu's experience of entering the painted world. അപ്പോൾ ഒന്ന് നമുക്ക് ഈ കഥയുടെ സമ്മറിയിൽ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇയാൾ ഈ പെയിന്റിങ്ങിനകത്തുള്ള ലോകത്തേക്ക് കടന്നു പോവുകയും തിരിച്ചു വരുന്നതാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത്. അതിലൂടെ നമ്മൾ ഈ യാഥാർത്ഥ്യവും അതുപോലെ തന്നെ ഇല്യൂഷനും തമ്മിലുള്ള ബൗണ്ടറികൾ നമുക്ക് മനസ്സിലാവാത്ത വിധത്തിലാണ് വരുന്നത്. Zhu's encounters with the Apsara and his love affair with her feel real to him despite being within a painting. ഇനി ഇയാൾ പെയിന്റിങ്ങിനകത്ത് പോയി തിരിച്ചു വരുന്ന സമയത്ത് അയാൾക്ക് അതെല്ലാം റിയൽ ആയിരുന്നുള്ള തോന്നലാണുള്ളത്. അയാളുടെ വെറും ഒരു ഇല്യൂഷൻ ആണെന്നുള്ള രീതിയിലല്ല അയാൾ അതിനെ കാണുന്നത്. This blurring is further emphasized by the change of hairstyle of the woman in the painting.
ഇനി ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് വരുന്നത്, ഇയാൾ ഈ പെയിന്റിനകത്ത് പോകുന്ന സമയത്ത് ഈ യുവതിയുടെ മുടി ഇങ്ങനെ അഴിച്ചിട്ടുള്ളതായിട്ടാണ് പെയിന്റിങ്ങിനകത്ത് ഉണ്ടായിരുന്നത്. അവിടെ പോയിട്ട് മറ്റുള്ള അപ്സരസുകളൊക്കെ കൂടിയിട്ട് അവളുടെ മുടി കെട്ടുന്ന ഒരു സംഭവത്തെ കുറിച്ച് അയാൾ പറയുന്നുണ്ട്. തിരിച്ചു വന്ന് നോക്കുന്ന സമയത്ത് പെയിന്റിങ്ങിൽ ഈ യുവതിയുടെ മുടി കെട്ടിയിട്ടതായിട്ടാണ് കാണുന്നത്. ആ ഒരു സംഭവത്തിലൂടെയാണ് നമുക്കിത് പൂർണ്ണമായിട്ടും യാഥാർത്ഥ്യമാണെന്നും പൂർണ്ണമായിട്ടും തോന്നലാണെന്നും പറയാൻ കഴിയാത്തത്. The mingling of human love with the supernatural realm is recurring motif in Piyush Songlik's tales, highlighting his fascination with the intersection of the two realms. ഇനി മറ്റൊന്ന്, ഇത് സാധാരണ ഒരു യുവതിയുടെ ചിത്രമല്ല, ഒരു അപ്സര സ്ത്രീയാണെന്നാണ് പറയുന്നത്. അതായത് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള എലിമെന്റ് ആണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ കഥകളിൽ ഇത്തരത്തില് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ആളുകളും സാധാരണ മനുഷ്യരും തമ്മിലുള്ള ഇന്ററാക്ഷൻസ് ഒരുപാട് വരാറുണ്ട്. അത്തരത്തിലൊരു കാര്യം നമുക്ക് ഈ കഥയിലും കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ സ്റ്റോറിയിൽ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.